ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ദം ബിരിയാണിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ദം ബിരിയാണി ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം. മസാല ഉണ്ടാക്കുന്ന ചട്ടി കുറച്ചൊന്ന് വലുപ്പത്തിൽ തന്നെ എടുക്കണം, കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നതും. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂണ് നെയ്യും അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ മിൽമൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നെയ്യും ഓയിലും ചൂടായി വരുമ്പോൾ ഏകദേശം 4 സവാള സ്ലൈസ് ആക്കിയത് നല്ല നൈസാക്കിയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത സവാള നമുക്ക് നെയ്യും ഓയിലും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ബിരിയാണിയാണ് വെക്കുന്നത്, അപ്പോൾ അതിൻ്റെ അളവാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 10 പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ലാഗ് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. നമുക്കിതിലേക്ക് 3 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അളവൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. സംഭവം അടിപൊളി ഒരു മസാലയും കൂടിയാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം 2-3 മിനിറ്റ് നമുക്കിത് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്ത ശേഷം 3 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി നമ്മുടെ ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 1.5 കിലോ ബിരിയാണിയിലേക്ക് നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയ ശേഷം മുളകും മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ 1/4 ഭാഗത്തോളം ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുളകും മഞ്ഞളും ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ച ശേഷം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു കൈപ്പിടി മല്ലിയില അരിഞ്ഞതും അതേപോലെ തന്നെ പുതിന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് അതൊന്ന് വാടി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മല്ലിയിലയും പുതിനയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണ് ബിരിയാണി മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ ജാതിക്ക, ജാതിപത്രി, പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം, സജീരകം, കസകസ ഇതൊക്കെ ഒന്ന് ചൂടാക്കി അരച്ചെടുത്ത മസാലപ്പൊടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈരാണ് ഒഴിച്ചു കൊടുത്തത്. തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു മസാല ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ ചിക്കൻ വെന്തതുകൊണ്ട്. ഇതിലേക്ക് ചിക്കൻ വറുത്ത് വെച്ച ആ ഒരു എണ്ണ ഉണ്ടെങ്കിലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ഒരു എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവറാണ് ഇതിലുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ച മിക്സിൻ്റെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മുടെ ചിക്കനിൽ മാത്രമേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കന് കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമുക്കിനി ചോറിനുള്ള പ്രിപ്പറേഷൻ നോക്കാം.
നെയ്ച്ചോറ് വയ്ക്കാൻ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കിലോനാണ് ജീര റൈസ് നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുമ്പോഴേ ഈ ഒരു ജീര റൈസിന് നല്ലൊരു ടേസ്റ്റുള്ളൂ. അപ്പോൾ അത് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. ഇനി നമുക്ക് ചോറിനുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതാ ഗീ റൈസ് വെക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുക. 1.5 കിലോ അരിക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യും അതിൻ്റെ കൂടെ തന്നെ ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിലും നെയ്യും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 കഷ്ണം പട്ട, ഒരു തക്കോലം, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കറുവപ്പട്ടൻ്റെ ഇല, അതും കൂടി ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു പകുതി സവാളയും 4-5 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പകുതി സവാള സ്ലൈസ് ചെയ്തതും പച്ചമുളക് നമ്മൾ ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയിലിടുമ്പോൾ അതൊന്ന് പൊട്ടി വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. നമുക്കിതിലേക്ക് കുറച്ച് പുതിനേൻ്റെ ഇലയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗീ റൈസിന് നല്ലൊരു മണമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഉള്ളിൻ്റെ കളറ് അധികം മാറാത്ത രീതിയിൽ വേണം നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലേ ആ ഒരു കളർ ഉണ്ടാവുള്ളൂ. കാരണം വെള്ളയും മഞ്ഞയൊക്കെ ഉള്ള ആ ഒരു കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അരി എടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1.5 കിലോന് അരിയാണ് എടുത്തത്. അപ്പോൾ അരി അളന്ന അതേ പാത്രത്തിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഗീ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ അതാ നന്നായിട്ടൊന്ന് മസാല പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒരടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗീ റൈസ് ഒന്ന് വെന്ത് വന്നോട്ടെ. ഗീ റൈസ് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ആ മസാലേൻ്റെ മുകളിലായിട്ട് ഇടേണ്ടത്. അതുകൊണ്ട് തന്നെ മസാല ഒരടുപ്പിൽ വെച്ച് ഫ്ലെയിം നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക. ഒരു ഭാഗത്ത് ചോറ് റെഡിയാക്കി എടുക്കുക. ഇനി നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കുക. 1 മണിക്കൂർ നന്നായിട്ട് കുതിർന്ന അരിയാണ്. അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിട്ട് നല്ല ഒന്ന് തിളച്ച ശേഷം മാത്രം ഫ്ലെയിം താഴ്ത്തി കൊടുക്കുക. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ചോറ് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ചോറ് ഒരടുപ്പിലും അതുപോലെ തന്നെ മസാല ഒരടുപ്പിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറിൻ്റെ ആ ഒരു അരിയും വെള്ളം കൂടി ഇതാ തിളച്ച് ഒപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കല്ലുപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ റൈസും വെള്ളവും ഒപ്പത്തിനൊപ്പമാകുമ്പോൾ നന്നായിട്ട് തന്നെ ഫ്ലെയിം താഴ്ത്തി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ റൈസും അതുപോലെ തന്നെ വെള്ളവും ഒപ്പായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ വരുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. നല്ല ഫ്ലെയിം താഴ്ത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ച് പോകും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ റൈസ് റെഡിയായി. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ മുന്തിരിയും ഉള്ളിയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം മസാലയും ചോറും ഒക്കെ റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് സെറ്റാക്കി വെക്കണം.
അപ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുത്താൽ ഉള്ളിയും കൂടി വറുത്തെടുത്താൽ മതി. അപ്പോൾ അതാ ഉള്ളിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഗീ റൈസ് നമ്മൾ അരി 1 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതാ കറക്റ്റ് ടെക്സ്ചറിലാണ്, ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വെന്ത് വരണം. കണ്ടില്ലേ, ഇത് ഉടഞ്ഞ് വരണം. ഉള്ളൊന്ന് ഉടഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോൾ കറക്റ്റായിട്ട് ആ റൈസ് വെന്ത് വന്നോളും. ഇനി നമുക്ക് ദമ്മിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്ക് മസാല ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടുമ്പോൾ ഒഴിച്ചു കൊടുക്കാൻ 1/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പശുമ്പാൽ തന്നെയാണ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കണം. നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ആ ചോറിൻ്റെ കൂടെ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു കളറ് കുറച്ചൊന്ന് യെല്ലോയിഷ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാലയിൽ നിന്ന് പകുതി മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ദമ്മിടുന്നത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ലെയർ നമുക്ക് ആദ്യം സെറ്റാക്കി എടുക്കാം. അപ്പോൾ പകുതി മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി നമുക്ക് നല്ലതുപോലെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗീ റൈസ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ദമ്മിടുകയാണ്. ദമ്മിടുമ്പോൾ പകുതി മസാലയും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗീ റൈസ് പകുതിയും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബിരിയാണി മസാലപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. ഏകദേശം കയ്യിൽ 1 ടീസ്പൂണോളം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബിരിയാണി മസാലപ്പൊടി എല്ലാ ഭാഗത്തും വരുന്നതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത ഒണിയനും നെയ്യും കാഷ്യൂവും കിസ്മിസും മല്ലിയിലയും പുതിനയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിൻ്റെയും പാലിൻ്റെയും മിക്സും ആ ഒരു ബിരിയാണി മസാലപ്പൊടിയാണ് ആദ്യത്തെ ലെയറിൽ സെറ്റാക്കിയത്. അടുത്ത ലെയർ നമ്മൾ ഇതേ പ്രോസസ്സ് തന്നെയാണ്. മസാല നമ്മൾ മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ മഞ്ഞളും പാലിൻ്റെ മിക്സും ബിരിയാണി മസാലപ്പൊടിയും ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂവും കിസ്മിസും അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയും ഫ്രൈ ചെയ്ത ഒണിയനും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് സെറ്റാക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് ദം ചെയ്യണം. ദം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അതുപോലെ ഒരു അടി കട്ടിയുള്ള കുറച്ച് കനമുള്ള പത്തിരി ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ദോശക്കല്ലോ വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ വേണം നമുക്കിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു കല്ല് ചൂടാക്കി ഇടണം. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ നമുക്കൊരു 20 മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഇതാ കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കത്തിയോ അതുപോലെ ഇങ്ങനെ ഒരു പപ്പടക്കമ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾ മുകളിലായിട്ട് അതിൻ്റെ ആ ഒരു ചൂട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദമ്മ് കറക്റ്റായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇളക്കിയിട്ട് വേണം ഈ ഒരു ദം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്. നമ്മുടെ ചോറൊക്കെ കണ്ടില്ലേ, ഒട്ടാണ്ട് നല്ല സോഫ്റ്റായിട്ട് ഒന്നിനൊന്നും ഒട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിലും വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചിക്കൻ ദം ബിരിയാണി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ദം ബിരിയാണി. ഒരുപാട് ടൈം ലാഗ് ചെയ്യാണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ വീഡിയോ ഒരുപാട് നീട്ടാണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്